മലയാളികളെ സമരം ചെയ്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ്. അത് ഏത് മേഖലയിലായാലും, അധ്യാപകരാവട്ടെ, മറ്റേതെങ്കിലും സംഘടനകളാകട്ടെ, ഏത് രീതി വിദ്യാർത്ഥി സംഘടനകളാകട്ടെ, ഇടതുപക്ഷ സംഘടനകളാണ് എപ്പോഴും ജനങ്ങളെ ദ്രോഹിക്കുന്നത്. സമരം ചെയ്ത് ഭരിച്ചും ദ്രോഹിക്കും, ഭരിക്കാതിരിക്കും, ഭരണമില്ലാത്തപ്പോൾ സമരം ചെയ്തും ദ്രോഹിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം പാടെ അവഗണിച്ചത് കൊണ്ടാണ് അവരിപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത്. എന്നാലും സമരവീര്യം ഒട്ടും കേട്ടിട്ടില്ല. സാധാരണഗതിയിൽ തിരുവനന്തപുരത്തുകാർ ആ സ്റ്റാച്യു വഴി പോകുന്ന സമയത്ത്, അതായത് ഇപ്പോഴും ഈ 10 കൊല്ലമല്ല, അതിന് മുന്നേ LDF സർക്കാർ ഭരിക്കാത്ത സമയത്തെല്ലാം എന്നും എന്തെങ്കിലും സമരം കാണും. ഇപ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ രാവിലെ പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ അതുവഴി ബസ് പോവില്ല, എവിടെയെങ്കിലും കൊണ്ടിറക്കിയിട്ട് പോകും സാധാരണഗതിയിൽ ബസ്. കാരണം ഈ സമരം കാരണം എന്നും അവിടെ തടസ്സമാണ്. അപ്പൊ ഇപ്പൊ കുറച്ചു നാൾ അതിനൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ ഈ സമരത്തിന്റെ മുദ്രാവാക്യം വിളിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്നൊരു ഇങ്ങനെ പറയാനാണ് തോന്നും, ദേഷ്യവും അങ്ങനെ ഒരു പുച്ഛം. പക്ഷെ ഇപ്പൊ അത് കേൾക്കുമ്പോൾ എന്താ ഒരു വല്ലാത്തൊരു ചിരിയാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവരുടെ മുദ്രാവാക്യം കേൾക്കുമ്പോൾ തന്നെ ഒരു തമാശ ഫീലാണ് വരുന്നത്. ജനങ്ങൾ നിങ്ങളെ വേണ്ടെന്ന് വെച്ചവരാണ്, എന്നിട്ടും ജനങ്ങൾക്ക് നേരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് തോന്നുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ CRPF ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രവർത്തകർ തിരിഞ്ഞു. പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. ഞങ്ങളുടെ സഖാവിനെ തൊട്ടിട്ട് ഞങ്ങളുടെ സഖാക്കളെ തൊട്ടിട്ട് ഇടതുമുല്ലം ചെയ്യണ്ട, ഇടതുമുല്ലം ചെയ്യൂല, പറയുവതാരെന്നറിയില്ലേ CPIM പ്രസ്ഥാനം ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. കള്ളക്കേസം ED റൈഡും, കള്ളക്കേസം ED റൈഡും, കള്ളക്കേസം ED റൈഡും, കള്ളക്കേസം ED റൈഡും. ഞങ്ങളേറെ കണ്ടവരാണ്, ഞങ്ങളേറെ കണ്ടവരാണ്, ഞങ്ങളേറെ കണ്ടവരാണ്, ഞങ്ങളേറെ കണ്ടവരാണ്. ഈ കളിയാണിത്, തീക്കളിയാണ്, തീക്കളിയാണ്, തീക്കളിയാണ്. സൂചന സമരം, സൂചന സമരം. പ്രതിഷേധം എല്ലായിടത്തും നടക്കുകയാണ്. നരേന്ദ്രമോദി സൂക്ഷിച്ചോളൂ എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട്. സമരസന്നദ്ധരായി കൂടുതൽ പ്രവർത്തകർ എത്തുകയാണ്. ഒരു 25-30 വയസ്സുള്ള SFI DYFI നേതാക്കൾക്കൊന്നും കേരളത്തിൽ സമരം ചെയ്ത് ശീലമുണ്ടായി കാണില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനാണ് അധികാരത്തിൽ. അതുകൊണ്ട് അവർക്കൊക്കെ സമരമുഖത്തിറങ്ങാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഈ റെയ്ഡോടുകൂടി ഉണ്ടാവുകയുമാണ്. എന്തായാലും കേട്ടില്ലേ, വളരെ രസകരമായി എന്ത് ഈണത്തിലാണ് വിളിക്കുന്നത്. ഇപ്പോൾ ബിനു വി ജോൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷമായി ഈ SFIക്കാർക്കൊന്നും DYFIക്കാർക്കൊന്നും ഇങ്ങനെ സമരത്തിന് ഇറങ്ങാൻ കഴിയാതെ അവർ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. അപ്പൊ അവരങ്ങനെ അറുവാദിക്കുകയാണ്. അതെന്താ, CPMകാരുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ പാടില്ലേ, അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ? അവരതിനൊക്കെ അതീതരാണോ? അപ്പോൾ അവിടെ റെയ്ഡ് നടത്തുന്നു എന്നല്ലേ ഉള്ളൂ. റെയ്ഡ് നടത്തി എന്തെങ്കിലും അതിൽ പ്രശ്നം ഉണ്ടെങ്കിലല്ലേ അടുത്ത നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് ആരാണ് ഭയപ്പെടുന്നത്? അപ്പോ ഈ ഒരു റെയ്ഡും അതിനെ തുടർന്നുള്ള നടപടികളും നിർത്തിക്കാനാണോ ഇങ്ങനെ ഈ വലിയ ഷോ കാണിക്കുന്നത്? മുൻപ് മുഖ്യമന്ത്രിയുടെ മകനെ ഒരു സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് എന്റെ മകന് ക്ലിഫ് ഹൗസിലെ എത്ര റൂം ഉണ്ടെന്ന് പോലും അറിയില്ല എന്നാണ്. എന്താണ് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു മറുപടിയായിരുന്നു. ഈ ED പരിശോധന നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അതെങ്ങും എത്തുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ റെയ്ഡ് നടത്തുമ്പോൾ ഇവർ എന്തിനാണ് ഈ ആൾക്കാരെല്ലാം ഈ തെരുവിലേക്ക് ഇറക്കുന്നത്? റെയ്ഡ് നടത്തട്ടെ, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരെടുക്കുള്ളൂ. അത് തെളിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിച്ചാ പോരെ. അപ്പോ പണ്ട് പറയുമല്ലോ, മടിയിൽ കനമുള്ളവനാണ് പേടിക്കേണ്ടതെന്ന്. അപ്പോ ഇപ്പോൾ മടിയിൽ കനക്കുന്നുണ്ടോ? അപ്പോൾ വീട്ടിൽ ED വന്ന് റെയ്ഡ് ചെയ്താൽ അത് ആ കനം അവർ പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ടാണോ ഈ പാർട്ടിക്കാരെ എല്ലാം തെരുവിലിറക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മരുമകന്റെ വീട്ടിന്റെ അവിടെ? ഇപ്പൊ മരുമകന്റെ വീട്ടില് മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയാൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവരെടുക്കുള്ളൂ. അവരെന്തായാലും കയ്യിൽ കൊണ്ടുവന്ന് തെളിവൊന്നും അവിടെ വെച്ചെടുക്കില്ലല്ലോ.
പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പേടിക്കുന്നത്? നിങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് അക്കള് തീക്കളി ഇതൊക്കെ പഴയതായില്ലേ? ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൂടെ? ഒരു ജെൻസി ടച്ചുള്ള ഒരു മുദ്രാവാക്യമൊക്കെ ഇനി ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇറക്കണം. പക്ഷെ എന്തായാലും ആ മുദ്രാവാക്യം വിളി കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്. ചിരിക്കാൻ നല്ല രസമുണ്ട് അത് കേൾക്കാൻ.